ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ ശ്രുതിക്ക് ഉണ്ടാകുന്നത്. തന്നെ ഇത്രയും നാളും ചന്ദ്രമതി സ്നേഹിച്ചെങ്കിൽ ഇനി ഒരു സ്നേഹം ചന്ദ്രമതിയിൽ നിന്ന് ശ്രുതിക്ക് ഇനി കിട്ടില്ല കേട്ടോ. കാരണം ശ്രുതി തന്നെയാണ് ആ പണി ഒപ്പിച്ചു വെക്കുന്നത്. ചന്ദ്രമതി രേവതിയോട് ചെറുതായി അടുപ്പം കാണിച്ചു തുടങ്ങുകയാണ്. തന്റെ അച്ഛൻ എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ ശ്രുതിക്ക് ഉത്തരം പറയാനാവാതെ അവളൊരു പെരുങ്കള്ളിയാണ് എന്ന് ഏകദേശം ചന്ദ്രമതിക്ക് മനസ്സിലായി തുടങ്ങും കേട്ടോ. പിന്നീട് ശ്രുതിയുടെ കയ്യിൽ നിന്നും ഒന്നും തന്നെ കിട്ടുന്നില്ല. എന്നാൽ വർഷയും സച്ചിയും രേവതിയും ഒക്കെ ഓരോന്ന് ചന്ദ്രമതിക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ശ്രുതിയെ എങ്ങനെ ചന്ദ്രമതി വെറുത്ത് തുടങ്ങും കേട്ടോ. അങ്ങനെ ഇരിക്കെ ചന്ദ്രമതിയെ താൻ ഇനിയും കുപ്പിയിലാക്കണം, എങ്കിലാണ് തന്റെ അടവുകൾ ഇനി മുന്നോട്ട് പോകുള്ളൂ. അതേ തനിക്ക് എന്താ വഴി എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ആന്റണി ഇനിയൊരു ഉഗ്രൻ പണി കൊടുക്കുന്ന കേട്ടോ. ആന്റണി ഒരു ദിവസം ശ്രുതിയെ കാണാൻ ഇടയാവാണ്. അപ്പൊ ആന്റണിയോട് കാര്യങ്ങളൊക്കെ ശ്രുതി പറയാണ്. ഈ സമയം ഒരിക്കലും നീ ആ വീട്ടിൽ നിന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് അകന്നു പോകരുത്. തീർച്ചയായും അകന്നു പോയി കഴിഞ്ഞാൽ സച്ചിയും രേവതിയെയും ചന്ദ്രമതി കൂടുതലായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങൾക്കും ഇടവരുത്തും. പല പ്രശ്നങ്ങളും ഞാനടക്കം അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് അവനെ എല്ലാവരും വെറുത്ത് തന്നെ ജീവിക്കട്ടെ എന്ന തീരുമാനം എടുക്കണം കേട്ടോ. അതിനെന്താ വഴി? എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ അവരെന്നെ തട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴിപ്പോ എന്റെ ഇളയച്ചൻ എന്ന് പറയുന്ന ഇറച്ചിവെട്ടുകാരനാണെന്നുള്ള സത്യം കൂടി അറിഞ്ഞപ്പോൾ എന്നെ അവർ വല്ലാതെ പുച്ഛിക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലൊരു വഴിയുണ്ട്. ഞാനൊരു പണി പറയാം. ഈ മാലയുണ്ടല്ലോ, ഇത് നീ ചന്ദ്രമതിക്ക് സമ്മാനമായി നൽകി. നിന്റെ അച്ഛൻ വിദേശത്ത് നിന്ന് അയച്ചതാണെന്നോ അങ്ങനെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് തട്ടിക്കൂട്ടെ എന്ന് പറയാൻ കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. ശ്രുതി പറയുന്നത്, ഇങ്ങനെ ഒരു മാല വാങ്ങാനൊന്നും ക്യാഷ് എന്നിലില്ല. എങ്കിലും കൂടി നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഈ മാലയുമായി ഞാൻ അവരിലോട്ട് പോട്ടെ. അവരുടെ അണ്ണാക്കിലോട്ട് ഇട്ടുകൊടുക്കുന്ന രീതിയിൽ ഞാനിത് അവരുടെ കയ്യിൽ കൊടുത്തോളാം. ഇത് കേൾക്കുന്നതിനോടുകൂടി ആന്റണി ആണെങ്കിലും നീ എന്തായാലും കൊടുത്തോ, ഇത് പിടിക്കപ്പെടാതെ ഇരുന്ന നിന്റെ ഭാഗ്യം എന്ന് ആന്റണിയും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ശ്രുതി വീട്ടിൽ വരുമ്പോ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ആ സമയം ചന്ദ്രമതിയുടെ അരികിലോട്ട് ശ്രുതി ചെല്ലാണ്. അമ്മേ, പഴയതുപോലെ അമ്മയ്ക്ക് എന്നോട് സ്നേഹവും പിണ്ടാട്ടോ ഒന്നുമില്ലല്ലോ. അതിന് മാത്രം എന്ത് തെറ്റാണ് അമ്മയോട് ഞാൻ ചെയ്തത്? അതമ്മ പറ എന്ന് പറയുമ്പോ, നീ ഒരു തെറ്റും ചെയ്തില്ലേ? നീ എന്റെ മകനെ ഓരോ ദിവസവും പറ്റിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർഷക്കാണെങ്കിലോ അതുപോലെ സച്ചിക്കാണെങ്കിലോ ഓരോ ദിവസവും ഓരോ ഉയരങ്ങളാണ് അവരുടെ ഭാര്യമാരെ കൊണ്ടാണ് കിട്ടുന്നത്. രേവതി ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളാണ്. എങ്കിലും കൂടി അവൾ അവളുടെ കഴിവിന്റെ പരമാവധി ഓരോന്നായി ചെയ്തു കൊടുക്കുന്നു. എന്നാൽ നിന്നെ കൊണ്ട് എന്റെ മകന് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ചന്ദ്രമതി ചോദിക്കാനിട്ട. അത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? എനിക്ക് എൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ എല്ലാം സഹായിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ പറയണേ, നീ നിന്റെ ഇളയച്ചൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നല്ലോ, അത് ഇറച്ചിവെട്ടുകാരനായില്ലേ? അതുപോലെ ഏതെങ്കിലും മീനിലോ അതോ വേറെന്തെങ്കിലും പണിയിലാണോ നിന്റെ അച്ഛൻ? നീ വെറുതെ മലേഷ്യ എന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ, അമ്മേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ എന്നെ ഒരു പെരുങ്കള്ളിയായി തന്നെ ഇനി കാണത്തുള്ളൂ. അതെനിക്കറിയാം. അതുകൊണ്ട് അമ്മക്ക് ഞാനൊരു സമ്മാനം നൽകുക എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കഴുത്തിൽ ഒരു മാലയിട്ട് കൊടുക്കാൻ കേട്ടോ. മാലയുടെ പൊക്കവും മണ്ണൊക്കെ കാണുമ്പോൾ ചന്ദ്രമതി ഞെട്ടിപ്പോകട്ടോ. ഈശ്വര എന്ന ഭാവത്തിൽ ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നിട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിലും ഇവരുടെ പണത്തോടുള്ള ആർത്തി, ഇവരുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി കണ്ടില്ല. ഇത്രയും ദിവസം ഇവർ എന്നോട് പെരുമാറിയുന്നത് എങ്ങനെയായിരുന്നു എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ചന്ദ്രമതി ചോദിക്കുമ്പോൾ, അല്ല ഈ മാല നീക്ക് എവിടുന്നാ? അത് എൻ്റെ അച്ഛൻ അവിടെ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞ് എൻ്റെ അച്ഛൻ അമ്മക്ക് നൽകിയ സമ്മാനമാണ്. എനിക്ക് സമ്മാനമോ? അതെ, ഇത് അമ്മക്ക് നൽകാൻ പറഞ്ഞതാണ്. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ചന്ദ്രമതി ശ്രുതിയുടെ കെണിയിൽ വീണു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതിക്ക് തൻ്റെ കൂട്ടുകാരി അവരുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ആയിട്ട് തൻ്റെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ വരുന്ന കേട്ടോ. അങ്ങനെ ഈ സമയം ചന്ദ്രമതിക്കാണെങ്കിലോ ഈ മാല അത് 1.5 വെയിറ്റ് തന്നെയാണ്. 1.5 പൊക്കം ഇട്ടതുപോലെ കിടക്കും. ആരും ഒന്ന് നോക്കിപ്പോവും. അത്രയും വലുപ്പത്തിലുള്ള അത്രയും പൊക്കത്തിലുള്ള ഈ മാല കാണുമ്പോൾ ചന്ദ്രമതി ഒരുപാട് തവണ തൻ്റെ കയ്യിലെടുത്തു നോക്കൂട്ടോ. എന്നിട്ട് ചന്ദ്രമതി വീണ്ടും രവിയുടെ അടുത്തും സച്ചിയുടെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്, ഇതാണ് പണക്കാരി
മരുമകളെ കല്യാണം കഴിച്ചാലുള്ള ഗുണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രവിയാണെങ്കിലും ചന്ദ്രേ, ഇത് നിനക്ക് ആപത്താണ്. പണത്തിലോട് മോഹിച്ച് നീ ഏത് കെണിയിലാണ് ഇനി വീഴാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് പോയേ. എന്റെ മരുമകൾ എനിക്ക് ഈ ഒരു മാല സമ്മാനിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കെണിയിൽ വീഴുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഈ ചന്ദ്രമതിയുടെ കൂട്ടുകാരുടെ ആ ഫംഗ്ഷൻ വന്നെത്തിച്ചേരാണ്. അന്നേ ദിവസം ചന്ദ്രമതി അടിപൊളിയായി തന്നെ അണിഞ്ഞൊരുങ്ങാണ്. പിന്നീട് ഈ മാലയും പൊക്കിപ്പിടിച്ചാണ് ചന്ദ്രമതി പോകുന്നത്. സാരിക്ക് മുകളിലോട്ട് ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ആരും ഒരൊറ്റ നോട്ടത്തിൽ തന്റെ മാല കാണണം, ഇതാരാ തന്നതെന്ന് ചോദിച്ച് തന്റെ മരുമകൾ തനിക്ക് സമ്മാനിച്ചതാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തണം. അങ്ങനെ ചന്ദ്രമതി അതും പ്രതീക്ഷിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് കളികളൊക്കെ ആകെ മാറി മറിയുന്ന കേട്ടോ. ഈ മാല ആന്റണി ഒരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതായിരിക്കും. ആ മോഷ്ടിച്ച ആള് ആ പരിപാടിക്ക് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ. അങ്ങനെ ചന്ദ്രമതി അവിടെ പരിപാടിക്ക് ചെല്ലുമ്പോ ഇങ്ങനെ തന്റെ കൂട്ടുകാരികളെ ഓരോരുത്തരായ ചന്ദ്രയെ, നിന്റെ ഈ മാല എവിടെ നിന്ന് വാങ്ങിയതാ? ഇത് എനിക്ക് എന്റെ മരുമകൾ സമ്മാനിച്ചതാ എന്നും പറഞ്ഞ് ചന്ദ്ര എല്ലാവരുടെയും മുന്നിൽ വലിയ അഭിമാനത്തോടു കൂടി സംസാരിക്കുമ്പോഴാണ് ഈ മാലയുടെ യഥാർത്ഥ ഉടമ വന്നിട്ട് പറയുന്നത്, ഇത് എന്റെ മാലയാണല്ലോ. അത് കേൾക്കുന്ന ചന്ദ്ര, എന്താ നിങ്ങളീ പറയുന്നത്? നിങ്ങളുടെ മാല എങ്ങനെ എന്റെ കഴുത്തിൽ വീഴുന്നു? അത് കേട്ടോടെ തന്നെ ഇത് എന്റെ മാലയാണ്, ഞാനെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ മാലയുടെ പിറകിൽ തന്റെ പേര് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു പേര് ചന്ദ്രക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് കണ്ടോ, ഇത് എന്റെ പേരല്ലേ, നീ നോക്ക് എന്ന് പറയുമ്പോ ചന്ദ്ര ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. ചന്ദ്രക്ക് നിലത്ത് കാല് വെക്കാൻ കഴിയുന്നില്ല, അത്രയും വിറയൽ വരെയാണ്. ഇതേ സമയം ചന്ദ്രയോട് മറ്റുള്ള കൂട്ടുകാരികൾ പറയാൻ, നീ എന്താ ചന്ദ്ര ഇപ്പൊ മോഷണം തുടങ്ങിയോ? എനിക്ക് എന്തിനാ ഇവരുടെ മാല മോഷിച്ചത്? അത് കേട്ടോടുന്ന ചന്ദ്ര, ഞാൻ ഇവരുമായി ഇപ്പോഴാണ് കാണുന്നത്, നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങളെ ഇപ്പോൾ അടുത്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്റെ മാല, ഈ മാല എന്റേത് തന്നെയാണ്. എന്റെ മാല ഇപ്പൊ അടുത്ത് വെച്ചിട്ടാണ് ഇത് മോഷണം പോയത്. ഞാൻ ഇതിന് പുറകിൽ ഒരുപാട് പോയതാണ്, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അപ്പൊ ചന്ദ്ര, നിന്റെ പരിപാടിയായിരുന്നോ? അത് കേട്ടോടുന്ന ചന്ദ്ര പറയുന്നത്, ഒരിക്കലുമല്ല, എന്റെ മരുമകളാണ് എനിക്കത് സമ്മാനിച്ചത്. ഈ മാല എനിക്ക് തന്നത് എനിക്ക് എന്റെ മരുമകളാണ്. ആരാ നിന്റെ മരുമകൾ? ശ്രുതിയാണെന്ന് പറയുന്നിട്ടോ. ഇതേ സമയം അവരെ ഇനി എന്തായാലും എന്റെ മാല എനിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത് ആരെടുത്തു എന്ന് എനിക്കറിയണം, ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം, അതുകൊണ്ട് ഞാൻ ഇത് കേസുമായി മുന്നോട്ട് പോവാണെന്ന് പറയുന്നിട്ടോ. ഇതേ സമയം ചന്ദ്രയെ എല്ലാവരും ഇങ്ങനെ അപമാനിക്കുകയാണ്. എന്നാലും ചന്ദ്ര, നീ ഇത്ര മോശക്കാരിയായിരുന്നോ? നിനക്ക് ഇങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നോ? പണത്തിനോട് ആർത്തി ഉണ്ടെന്ന് കരുതി വല്ലവന്റെയും മുതല് കട്ടെടുക്കുന്ന ഈ സ്വഭാവം എനിക്ക് തുടങ്ങി എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തരും കളിയാക്കുമ്പോൾ ചന്ദ്രക്ക് ആ ഫംഗ്ഷന് പോയിട്ട് അവിടെ നിന്ന് ഒരു ചോറുണ്ണാൻ പോലും കഴിയില്ല കേട്ടോ. പിന്നീട് വീട്ടിൽ വന്ന ചന്ദ്ര വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ രവി ചോദിക്കും, പോയതുപോലെയുള്ള ഉഷാറൊന്നുമില്ലല്ലോ. അത് കേട്ടോടെ തന്നെ ചന്ദ്ര കാര്യങ്ങൾ രവിയോട് പറയണേ. ഇതാണ് ചന്ദ്ര പണത്തിനോടുള്ള ആർത്തി പാടില്ലെന്ന് പറയുന്നത്. ആ മാല ഏത് വഴിയാണ് വന്നതെന്ന് പോലും നീ അന്വേഷിച്ചില്ല. അത് ശ്രുതി എന്നോട് പറഞ്ഞത് അവളുടെ അച്ഛനെ എനിക്ക് സമ്മാനിച്ചതാണെന്നാലോ. എന്നിട്ട് ഇപ്പോ ഇതെന്തായി തീർന്നു എന്ന് രവി ചോദിക്കാനേ. ഇപ്പൊ ആരുടെ കയ്യിലാണ്, ആരുടെ മാലയായിട്ടാണ് തീർന്നത്? ആ മാലയുടെ പിറകിൽ പേര് പോലും എഴുതിയിരിക്കുന്നത്. നിനക്ക് സമ്മതിച്ചതാണെങ്കിൽ നിന്റെ പേരിൽ അതിൽ എഴുതേണ്ടത്. അത് കേൾക്കുന്ന ചന്ദ്ര, ഇനിയിപ്പോ എന്തായാലും പോലീസ് കേസാവും. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. ശ്രുതിയെ കാണുന്ന ചന്ദ്ര കഴുത്തിനൊന്ന് പിടിക്കാന്, എന്താടി നീ എന്നെ പെരുങ്കള്ളിയാക്കാൻ നോക്കുന്നു? നീ എവിടെ നിന്നാടി ആ മാല മോഷിച്ച് എന്റെ കഴുത്തിലിട്ട് തന്നത്? നിനക്ക് ഇറച്ചി വെട്ടുകാരൻ മലേഷ്യയിൽ ഒരു ഇളയച്ചനുണ്ടെന്ന് പറഞ്ഞ് അത് ഇറച്ചി കെട്ടുകാരനായി മാറി. പിന്നെ നിനക്കിപ്പോൾ അച്ഛനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതിന്റെ യഥാർത്ഥ സത്യം പൊളിഞ്ഞു. അത് കേൾക്കുന്ന ശ്രുതി ആകെ പേടിച്ചു പോകണം കേട്ടോ. ഈശ്വര, ഞാൻ സാധാരണ ഒരു കുടുംബത്തിലെ പെണ്ണാണെന്ന് ഇവരെ അറിഞ്ഞു എന്ന ഭയത്തിൽ നിൽക്കുമ്പോഴാണ് ചന്ദ്ര പറയുന്നത്, നീ തന്ന മാല ആരുടെ കയ്യിൽ നിന്നാണെടി ആ മാല മോഷ്ടിച്ചത്? മര്യാദക്ക് പറയടി, ആരാടി നിനക്ക് ആ മാല സമ്മാനിച്ചത്? അത് കേൾക്കുന്ന ശ്രുതി പറയുന്നത്, അത് എന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരനാണ് എനിക്കത് സമ്മാനിച്ചത്. അത് കേട്ടോടുന്ന, ആരടി നിന്റെ അച്ഛന്റെ കൂട്ടുകാരൻ? അവന്റെ പേര് വെളിപ്പെടുത്തോ? ഇതേ സമയം ശ്രുതിയാണെങ്കിലോ ഇനിയിപ്പോ ആന്റണിയോട് ചോദിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. എന്നാൽ ആന്റണി ആണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ അറിയാണ്. അപ്പൊ ആന്റണി പേടിച്ചു പോവാണ്. തന്റെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഒരു വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും. അതിനെ ശ്രുതിയെ തടയിടണം എന്ന തീരുമാനത്തിൽ ആന്റണി മുന്നോട്ട് വരികയാണ് കേട്ടോ. പക്ഷേ ചന്ദ്രയാണെങ്കിലോ, ഇനി നീ തന്നെ പോലീസിൽ പോകേണ്ടവൾ, ഈ ജയിലിൽ കിടക്കേണ്ടവൾ തന്നെ, വല്ലവന്റെയും മാല മോഷ്ടിച്ച് എന്റെ കഴുത്തിലിട്ട് തന്നിട്ട് ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ട ആ അവസ്ഥ എനിക്ക് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി നീ തന്നെ അതിന് ശിക്ഷ അനുഭവിക്കണം എന്ന് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ.